ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഞങ്ങൾ താമസിച്ച് എഴുന്നേറ്റ് സമയം കണ്ടില്ലേ, അതെ 1 മണി കഴിഞ്ഞ്. ഇനി വേണം പരിപാടിയൊക്കെ തുടങ്ങാൻ. ചായ ഇടണം, ചോറ് വയ്ക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇച്ചാനിവിടെ കിടന്ന് ഉറങ്ങുക. ചായ എഴുന്നേക്കണ്ടേ? ഇനിയിപ്പോൾ ഒരു ചായയൊക്കെ ഇട്ട് കൊടുത്താലേ ആൾ എഴുന്നേക്കത്തുള്ളൂ. ഞായറാഴ്ച അതാ പതിവ്. പിന്നെ നമുക്ക് നേരെ ചായ ഇടാക്കാം. ചായയൊക്കെ ഇട്ട് വരുമ്പോഴത്തേനും ചായ എഴുന്നേക്കും. ഇല്ലേ നമുക്ക് എഴുന്നേൽപ്പിക്കാം. നമുക്ക് കിച്ചണിൽ കയറാം. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ചായ എഴുന്നേറ്റ് ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ചായ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ഉച്ചയ്ക്ക് എഴുന്നേൽക്കുന്നത്. ചായ, ചോറ്. ഇനിയിപ്പോൾ ചോറ് വെക്കണം. ചോറ് വയ്ക്കണം, മീൻ തോരൻ വയ്ക്കണം. ഇന്നലെ ഇച്ചിരി മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. നമുക്ക് തോരനാക്കാമെന്ന് വിചാരിച്ചു. നമുക്കൊന്ന് 3 തോരനും വെച്ച് വരണം. നമുക്ക് വറക്കണം. പിന്നെ ക്യാബേജ് തോരൻ ഇരിപ്പുണ്ട്, മോര് കറി ഇരിപ്പുണ്ട്. സെറ്റ്. ഇനിയിപ്പം ചോറ് വയ്ക്കുന്നതിനുള്ള പരിപാടി നോക്കാം. അരിയൊരു കഴുകി വെച്ചിട്ട് നമുക്ക് ചായ കുടിക്കാൻ. ആ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. അതാകുമ്പോൾ ഒരൊറ്റ വിസിലുകൊണ്ട് പരിപാടി തീരും. ഇപ്പം കുറച്ച് നാളുകൊണ്ട് ഞങ്ങൾ വെള്ളയിൽ എഴുതിയില്ല. എനിക്കതാണ് ഇഷ്ടം. ചായ ചായ നമുക്ക് എന്തൊക്കെയാ പരിപാടി? എനിക്ക് കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ട്. ഇന്നലെ കുറച്ച് കഴുകിയിട്ടു. അയ്യോ, എൻ്റെ പൂച്ച വെളിയിലുണ്ടോ? ഞാൻ ഒന്ന് പോയി നോക്കട്ടോ. ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ നേരത്ത് ഇവിടെ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ പുറത്തൊരു പൂച്ചേനെ ഞങ്ങളുണ്ട്. ഞാൻ കുറച്ച് രാത്രി പോയി പാലൊക്കെ കാച്ചി കൊടുത്തായിരുന്നു. ആളത് കുടിച്ചവൻ ഞങ്ങളുടെ ഡോറിൻ്റെ വാതിലേ വന്നിരുന്ന് കരയുന്നുണ്ടായിരുന്നു. പുറത്ത് നല്ല വെയില കണ്ടില്ല. ഇനി ഇവിടെ പുതിയതാകും. അതിൻ്റെ ആരുടെയും വീട്ടിൻ്റെതാണോന്ന് അറിയത്തില്ല കേട്ടോ. നല്ല പൂടയൊക്കെ ഉള്ള നല്ലൊരു കുഞ്ഞു പൂച്ച കണ്ടോ. ഇന്നലെ രാത്രി ഞാൻ തുണിയൊക്കെ കുറച്ച് കഴുകിയിട്ടായിരുന്നു. ഞങ്ങളിവിടെ ഇങ്ങനെയാണ്, റൂമിനകത്ത് തന്നെ തുണിയെല്ലാം കഴുകിയിടുന്നത്. കാരണം പുറത്ത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ പൊടി കാണുമായിരിക്കും നല്ല. പിന്നെ അതുകൊണ്ട് റൂമിൽ ഹാള് ഞങ്ങൾ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ തുണിയെല്ലാം കഴുകിയിടും. അപ്പം നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. വർത്താനം പറയുന്ന ആരോടാ? പരിപാടികളൊക്കെ തുടങ്ങണം. കഴുകാനുണ്ട്. ഇച്ചാൻ്റെ കുറച്ച് ഷർട്ടൊക്കെ കഴുകിയിടണം. കളർ പോകുന്നതാണ്ട് എല്ലാവരും ഒരുമിച്ചിട്ട് കഴുകാനൊക്കത്തില്ല. പിന്നെ നമുക്ക് മീനിൻ്റെ പരിപാടികൾ തുടങ്ങണം. തോരൻ വയ്ക്കണം. അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടി. നമുക്ക് ഒരെണ്ണം വറക്കാം. പിന്നെ വീട്ടിൽ വിളിച്ചിട്ട് എടുത്തില്ല. വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് വിളിച്ചായിരുന്നു. അപ്പം ആരും കോൾ എടുത്തില്ല. പിന്നെ അങ്ങനെ ഞങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ചോടി. ഇച്ചാൻ അവിടെ ഫ്രണ്ട്സുമായിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ അടുക്കളയിലോട്ട് വന്ന് ഈ പരിപാടിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച്.
ഇന്നലെ വന്ന് കുറേ തുണിയൊക്കെ കഴുകാനിട്ട്, പിന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇച്ചായൻ്റെ കൂടെ ഇരുന്ന് വെറുതെ അവിടെ ഇരുന്ന് ഇച്ചായനെ മെനക്കേടുണ്ടാക്കിയെന്നല്ലാതെ എന്താന്ന് എനിക്ക് അറിയത്തില്ല. ഈ മീൻ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. കൊള്ളാമോ ഇല്ല. ഞങ്ങളങ്ങനെ പൊതുവേ മീൻ അങ്ങനെ വാങ്ങിക്കുന്നത് കുറവാണ്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വാങ്ങിക്കാറേ ഉള്ളൂ. പിന്നെ കുറച്ച് വേസ്റ്റ് കളയാനുണ്ട്. അതെല്ലാം കൊണ്ട് വൈകിട്ട് പുറത്തിനി പോവുകയാണെങ്കിൽ അന്നേരം നമുക്ക് ആ വേസ്റ്റൊക്കെ കളഞ്ഞ് ഇതെല്ലാം സെറ്റ് ചെയ്യണം. അപ്പം നമുക്കിനി മീൻ തീരെ പറ്റിക്കുന്നതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കാം. മീൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇതുവരെ ഇച്ചായൻ്റെ ഫോൺ വിളി കഴിഞ്ഞില്ല. അവരയാളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു മീനുണ്ട്. നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം. വെറൈറ്റി രീതിയിൽ വറുത്തെടുക്കാം. കുറച്ച് തുണിയെല്ലാം ബാക്കിയുണ്ട്. അങ്ങനെ കുറച്ച് കഴുകിയതാണ് അതിൻ്റെ ബാക്കി. ചോറും കറിയൊക്കെ ആയോ? ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. ചോറും വെച്ച് മീൻതോരനായി. ഇച്ചാൻ്റെ വൈറൽ ഫിഷ് ഫ്രൈ അതായിട്ടുണ്ട്. ഇനി നമുക്ക് പോയി കുളിച്ചിട്ട് വരാം. അപ്പം ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ചോറ് കഴിക്കാം. ബാ. എങ്ങനുണ്ട് തോരൻ? തോരൻ എങ്ങനുണ്ട്? ഇച്ചിരി പുളിയും കൂടെ വേണം കേട്ടോ. അതെ, ഞാൻ 2 കഷ്ണം പുളി കിട്ടുള്ളൂ. ഇപ്പൊ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഞങ്ങൾ കിടന്നൊന്ന് ഉറങ്ങി. ഈ ചായ നമുക്ക് ചായ കുടിക്കാൻ പോവാം. മനാമ എക്സ്പ്രസ്സില്. അല്ല, അവിടെ കുറെ വെറൈറ്റി ഫുഡ് ഇറങ്ങിയിട്ടുണ്ട്. എന്തോ തീ കത്തിച്ചൊക്കെ പുതിയ വെറൈറ്റി കുറച്ച് സംഭവങ്ങൾ ഞാൻ വീഡിയോ കണ്ടായിരുന്നു. നമുക്ക് അവിടെ പോയി കഴിക്കാം. ഇനി ഉച്ചയ്ക്ക് വെച്ച് കഴിച്ചല്ലോ, വൈകിട്ട് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. പിന്നെ ഞങ്ങൾ കരുതി മനാമയിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന്. അപ്പം ഞങ്ങളങ്ങനെ റെഡിയായി ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതും കൊണ്ട് കളഞ്ഞ് നേരെ ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുകയാണ്. അങ്ങനെ പതിവ് പോലെ ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ മനാമയിലെത്തി. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ. അപ്പം ഞങ്ങൾ മനാമ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള എക്സ്പ്രസ്സിലാണ് ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോ ചായയൊക്കെ പറയും. അപ്പോൾ കുറേ നാളുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിച്ചതാണ് ഈ ഒരു സംഭവം കഴിക്കാൻ വരണമെന്ന്. നമ്മുടെ ഫ്രണ്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചത് തീയിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെക്കും. കത്തിച്ച് കുറച്ച് നേരം വെച്ചിട്ട് നമുക്കത് കഴിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, ഒരു നിധിക്കിഴ പൊറോട്ട എന്ന് പറയാം. അതിനകത്ത് 3 പൊറോട്ടയും മുട്ടയും ചിക്കൻ ഫ്രൈയും ബീഫും എല്ലാം കൂടി ചേർത്ത് വാഴയിലയിൽ പൊതിഞ്ഞിട്ടാണ് ഇത് സംഭവം
അതിൻ്റെ കൂടെ ഞങ്ങളൊരു അൽഫാം മന്തി കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവമൊക്കെ കൊള്ളായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ നേരം ഫുഡൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോകാനൊക്കെ കരുതി. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.